നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. എനിക്ക് എന്നോട് ചികിത്സാൻ പല ആൾക്കാരും പറഞ്ഞാണ് പോണ്ട, അല്ല കുറച്ചുകൂടി എത്തിക്സ് അവർ കാണിക്കാൻ വേണം. എനിക്കൊരു 1% പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. പ്രേമം എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ള വികാരമല്ല. എന്തായാലും വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നേ ചെയ്തോ. ഒന്നും വിചാരിക്കണ്ട സ്വാമി, ഒരു കഥയില്ലാത്ത പെണ്ണല്ലേ, കൊച്ചുകുട്ടിയായിട്ട് കരുതിയാ മതി. അവർക്ക് അതിനോട് പോപ്പുലാരിറ്റി കിട്ടുമെന്ന് അറിയില്ല, കിട്ടിയെങ്കിൽ നെഗറ്റീവ് പോപ്പുലാരിറ്റിയാണ്. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. സത്യം പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവുന്നത്. മുതലാളി ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇഷ്ടമാണെന്ന് പറഞ്ഞ മോശം കാര്യമാണ്. എന്തിന്റെ കട വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? നമുക്ക് സിക്സ് പാക്ക് ബോഡി അങ്ങനെ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റുള്ള കാര്യമൊന്നുമില്ല. ഇങ്ങനെ തിന്നു തോറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തൂടെ. എന്നോട് തലേ ദിവസം ചികിത്സാനും പല ആൾക്കാരും പറഞ്ഞാണ് വേണ്ട, നടക്കില്ല. അവർ മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ. അടുത്ത ക്ലാസ് അത് നമുക്ക് നേരത്തെ ഇങ്ങനെ പറയാൻ പറ്റും, ഇനി തോന്നുമ്പോൾ പറയാൻ പറ്റുള്ളൂ. അമ്മിക്കുഴവിടത്ര ഉള്ളെങ്കിലും ആളെ ജഗച്ചില്ല. മഞ്ജുവാരി എനിക്ക് ഇഷ്ടമാണ്, ഉള്ള ഞാൻ പറയാം. പക്ഷെ എന്ന് പറഞ്ഞാൽ നടക്കുന്നൊന്നുമില്ല, കോമ്പറ്റബിൾ അല്ല. നീ എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ്. അതെ, കുടുംബം കലക്കി. നമ്മൾ ഭൂരിഭാഗം സമയം ദുഃഖത്തിൽ തന്നെയാണ്, വളരെ അപൂർവമായിട്ട് സന്തോഷിക്കാറുള്ളൂ. സത്യമാണോ ഈ പറയുന്നത്? എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? എന്റെ പൊന്നുനായിട്ടവരൊക്കെ അറിയിക്കണം. എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, എന്നാ ഞാനങ്ങോട്ട്